വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ഞങ്ങൾ രാവിലെ എറണാകുളം വരെ പോവാണ്. ഞാനും രണ്ട് ഫ്രണ്ട്സും ഒരു അമ്മമാർ ലീനയും സുനു എല്ലാവരും കൂടെ എറണാകുളം വരെ പോവാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ 6:20 മെമൂനാണ് പോയത്. പിന്നെ പിള്ളേർക്ക് പിന്നെ സെക്കൻഡ് മോഡലും കഴിഞ്ഞു. അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സാമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലില്ലെങ്കിൽ എന്താണെങ്കിലും പഠിത്തമൊക്കെ കണക്കാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവരെ കൂടെ കൊണ്ടുപോയി, പിള്ളേരെ 3 പേരെയും കൂടെ കൊണ്ടുപോയി. അതാണ് ഞങ്ങൾ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ അടുത്തൊരു ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അവിടുന്ന് ഞങ്ങൾ മെട്രോയിലാണ് ഞങ്ങൾ പിന്നെ പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തെ ബ്ലോക്കിന് മെട്രോ യാത്രയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് നമുക്ക് ഓരോ സ്ഥലത്ത് ചെല്ലാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ പോയി. ഞങ്ങൾ നേരെ ആദ്യം 10 മണിയായപ്പോഴത്തേന് മിലനിലാണ് പോയത്. അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കീർത്തിലാലിൽ പോയി. ഡയമണ്ടിൻ്റെ കമ്മലൊക്കെ നോക്കാനായിട്ടുണ്ടായിരുന്നു. നല്ല ഭയങ്കര സെലക്ഷനാണ് കേട്ടോ. അങ്ങനെ അവിടെ പോയി. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ലുലുവിൽ പോയിട്ട് ഞങ്ങൾ ഫുഡ് മേടിച്ചിട്ട് ഫുഡ് കോർട്ടിൽ പോയിരുന്നു കഴിക്കുമായിരുന്നു. കാരണം ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്തു. ആവശ്യത്തിനുള്ള ഫുഡ് മേടിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി നിന്ന് കഴിച്ചു. പിള്ളേർ കഴിച്ചിട്ട് അവർ വേറെ രണ്ട് ഗെയിമൊക്കെ കളിക്കാൻ പോയിരിക്കുവാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബർക്കർ സ്റ്റോക്കിൽ വന്നു. ചെരുപ്പ് മേടിക്കാനുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ചെരുപ്പൊക്കെ എല്ലാവരും ഇട്ട് നോക്കുകയാണ്. അപ്പം പിള്ളേർ ഇതുവരെ വന്നിട്ടില്ല. അവർ എന്തോ ഗെയിമൊക്കെ കളിക്കുവാണ്. അങ്ങനെ പിന്നെ ചെരുപ്പൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നിന്നു. പണ്ടത്തെ പോലത്തെ വലിയ തിരക്കൊന്നും ലുലുവിൽ കാണുന്നില്ല. ഇങ്ങനത്തെ ഷോപ്പിൻ്റെ അവിടെ ഒന്നും. ഇത് സ്വരോസ്കിയുടെ ഷോറൂമിൻ്റെ മുമ്പിൽ ഇരുന്നാണ് ഞങ്ങൾ. പിന്നെ വിക്ടോറിയ സീക്രട്ട് അവിടെ എന്തോ പിള്ളേർക്കൊക്കെ മേടിക്കാനുണ്ടെന്ന് അവരൊക്കെ മേടിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഞാൻ ലീനായും കൂടെ അവിടെ കുറച്ച് നേരം അങ്ങ് ഇരുന്നു. നടന്ന് മടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുമായിരുന്നു. മറ്റേത് നമുക്കിവിടെയെങ്ങും ഇരിക്കാൻ പോയിട്ട് വെറുതെ നിൽക്കാനും കൂടെ ഇട കിട്ടത്തില്ല. എന്നാൽ അതുപോലെ തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഓൾഡോയിൽ കയറി ബാഗ് നോക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ എല്ലാം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് പോരുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ മെട്രോയിൽ കയറിയിട്ട് ഞങ്ങൾ വൈറ്റിലയിൽ പോവുകയാണ്. വൈറ്റിലയിൽ പോയിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് വൈകിട്ട് തിരിച്ച് ബസ്സിൽ പോരാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞാനും ആരനും കൂടെ റേമണ്ടിൽ വന്നതാണ്. കാരണം ആരനൊക്കെ ഫെയർവെല്ലാണ്. അപ്പോൾ അവന് സൂട്ട് തയ്ക്കാനായിട്ട് തുണി എടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വന്നതാണ്. അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ നമ്മുടെ കോട്ടയത്തെ ലുലുവിൽ പോയി. അവിടെ ലൈവായിട്ട് ജിലേബി ഉണ്ടാക്കുന്നതാണിത്. അപ്പം ഞാൻ ചുമ്മാ കണ്ടപ്പോഴത്തേക്കിനും വീഡിയോ എടുത്താണ്. ലൈവ് ജിലേബി കണ്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഫുഡ് കോർട്ടിൻ്റെ ആ ഭാഗത്തെല്ലാമാണ് തിരക്ക്. അങ്ങോട്ട് കയറാനേ മേലെ. പിന്നെ ഫുഡ് ഇതുപോലെ കിട്ടുന്നിടത്തും എല്ലാം ഭയങ്കര തിരക്കാണ് ലുലുവിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചിക്കൻ റോസ്റ്റ് മേടിച്ചു. പിന്നെ എന്താണ് കുബൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞാൻ ഇച്ചിരി മീൻകറി വെക്കുവാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ വലിയൊരു അബദ്ധം പറ്റി എനിക്ക്. ഞാൻ ചട്ടിയിലോട്ടെല്ലാം ആക്കി കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കരമായിട്ട് തീ ആളി. അപ്പം ഞാനോർത്ത് എന്താ പറ്റിയെന്ന് വെച്ചിട്ട് അറിയത്തില്ല. എന്നങ്ങനെ അവിടെ ഒരു പ്ലാസ്റ്റിക് ഇരുന്നതിൻ്റെ മുകളിലോട്ടാണ് ഞാൻ ഈ ചട്ടി ആദ്യം വെച്ചിരുന്നത്. അപ്പോൾ ഈ ചട്ടിയുടെ അടിയിൽ ഈ പ്ലാസ്റ്റിക് അങ്ങ് ഒട്ടിപ്പിടിച്ചായിരുന്നു. അങ്ങനെ ഈ അടുപ്പയിലോട്ട് വെച്ചപ്പോൾ ഈ അടിയിൽ പ്ലാസ്റ്റിക് ഇരുന്നത് അങ്ങ് കത്തിയതാണ്. പിന്നെ എനിക്ക് ഇരട്ടി പണിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആ അടുപ്പയിൽ അതിൻ്റെ ഇതിലെല്ലാം പിന്നെ ചിലപ്പോൾ അത് അടുപ്പ് തീ വരാതാവും. പിന്നെ അതെല്ലാം മാറ്റി എല്ലാം വൃത്തിയാക്കി അങ്ങനെ കുറേ പണിയായിപ്പോയി. കാരണം മീൻകറി വെച്ചോണ്ടിരുന്നപ്പോൾ ഭയങ്കര ഇതിലായിരുന്നു. കപ്പ വേവിക്കണം വേഗം. കാരണം ലുലുവിൽ പോയപ്പോഴത്തേക്കിനും ഞങ്ങളവിടെ കപ്പ വേവിച്ച് വെക്കണം. പക്ഷേ എനിക്ക് അങ്ങനെ മേടിച്ച് കഴിക്കുന്നത് എനിക്കിഷ്ടമില്ല. എനിക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത് ഇഷ്ടം. അപ്പോൾ ഒത്തിരി നാളായി ഞാൻ കപ്പ വേവിച്ചിട്ട്. അങ്ങനെ ഞാൻ കപ്പ മേടിച്ചു, കപ്പ വേവിച്ചു. പിന്നെ അതിന് ഇച്ചിരി ഉള്ളിയും കടുവുമൊക്കെ പൊട്ടിച്ചിട്ടേക്കുവാണ്. അങ്ങനെ പിന്നെ വൈകിട്ട് ആണ് കഴിക്കാൻ പറ്റിയത്. ഉച്ചയ്ക്കാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത്, പക്ഷേ കഴിക്കാൻ പറ്റിയത് വൈകിട്ടാണ്. അപ്പോൾ അങ്ങനെ കപ്പ വേവിച്ചൊക്കെ കഴിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഏത്തക്ക പഴുത്തി പറഞ്ഞ പോലെ ഏത്തക്കയും പഴവും എനിക്ക് എപ്പോഴും മിച്ചം വരുന്ന സാധനമാണ്. പക്ഷേ ഞാൻ മേടിച്ച് വെക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ഏത്തക്കാപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഏത്തക്ക എല്ലാം കട്ട് ചെയ്ത് നീളത്തിലരിഞ്ഞിട്ട് പിന്നെ മാവെല്ലാം റെഡിയാക്കി അതിൻ്റെ അകത്ത് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത്തക്ക ഇതേപോലെ സെയിം അതേ രുചി തന്നെ, ഏത്തക്കാപ്പത്തിൻ്റെ രുചി തന്നെ നമുക്ക് കിട്ടും. ഏത്തക്ക ഇതുപോലെ കനം കുറച്ച് നല്ലപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ 2 ഏത്തക്കയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ല പോലെ അത് ഒന്ന് ഈ ഫോർക്കും കൊണ്ട് ഉടയ്ക്കണം. നല്ലപോലെ ഇതും കൊണ്ടാകുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഫോർക്കും കൊണ്ട് നമുക്കിത് നല്ലപോലെ ഉടച്ചെടുക്കാം. കനം കുറച്ച് അരിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉടയ്ക്കാനായിട്ട് പറ്റും. എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാനൊരു 1.5 കപ്പ് മൈദാമാവ് ഇടുന്നുണ്ട്. അങ്ങനെ ഒരു 1.5 കപ്പ് മൈദാമാവ് ഇട്ടു. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇടുന്നുണ്ട്, നമ്മുടെ ചെറിയ ജീരകം.
പിന്നെ ഒരു 3 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്, പിന്നെ ഒരു നുള്ള് ഉപ്പിടുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടെ. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. കാരണം ഇച്ചിരി ഒരു ലൂസായിട്ട് കിടക്കുന്ന പോലെ വേണം നമുക്കിത് എടുക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ദാ കറക്റ്റ് ഈ ഒരു പാകത്തിന് വേണം നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏത്തക്കായൊക്കെ ഒരു ഏത്തക്കായ ഉള്ളെങ്കിൽ നമ്മൾ ഏത്തക്കാപ്പം ഉണ്ടാക്കിയാൽ ശരിക്കും തികയത്തില്ല ആർക്കും. അപ്പോൾ കുറച്ച് മാവും കൂടി ഇട്ടിട്ട് ഇങ്ങനെയാണെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം. അപ്പം ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതേപോലെ സ്പൂണിൽ നമ്മൾ കോരിയെടുത്ത് ആ സ്പൂണിൽ കോരാവുന്ന പാകത്തിന് വേണം നമ്മളത് മാവെല്ലാം റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ദാണ്ട ഇതേപോലെ സ്പൂണിൽ കോരി നമുക്ക് പാനിലേക്ക് ഇട്ടേച്ചാൽ മതി. അപ്പം ഏത്തക്കാപ്പത്തിൻ്റെ അതേ ടേസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണിത്. എനിക്ക് തോന്നുന്നു ഏത്തക്കാപ്പം ഉണ്ടാക്കുന്നതിലും കുറച്ച് ഇച്ചിരി ഭംഗിക്കുറവാന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇങ്ങനെ സ്പൂണിൽ കോരി ഇടുന്നതുകൊണ്ട് ആ ഒരു എല്ലാത്തിനും ഒരേ വലിപ്പം അങ്ങനെയൊന്നും ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ അതേ ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.